ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കനത്ത തിരിച്ചടിയിലേക്ക് ഇടതുമുന്നണി പോവുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ച് 2 മണിക്കൂർ ആകുമ്പോൾ വ്യക്തമായ ലീഡ് UDF നേടിക്കഴിഞ്ഞു. ഒരു പിണറായി വിരുദ്ധ തരംഗം ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവ് ആദ്യ 2 മണിക്കൂറിൽ തന്നെ വന്നു കഴിഞ്ഞു. ധർമ്മടത്ത് പിണറായി പോലും പല ബൂത്തുകളിലും പിന്നിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. അത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരിക്കുകയാണ്. എത്രയോ മന്ത്രിമാർ വളരെ പിന്നിലാണ്. ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളെന്ന് പറയുന്ന പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ശക്തമായി തിരിച്ചിട്ടുണ്ടായിരിക്കും. ഒരു അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമേറ്റ വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഈ ആദ്യ ഫലസൂചനകൾ നമുക്ക് നൽകുന്നത്. ശ്രീ EP അനിൽ, നമ്മൾ നേരത്തെ കേരളത്തിൽ എല്ലായിടത്തും യാത്ര ചെയ്തപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഒരു UDF അനുകൂല തരംഗം, പ്രത്യേകിച്ചും ഒരു പിണറായി വിരുദ്ധ തരംഗം, ഞാനല്ലാതെ വേറെ ആരുണ്ട് എന്നുള്ള ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി പോലെ തന്നെയാണ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കൾ എങ്ങനെയാണ്? തീർച്ചയായും ഇതിനെ അഭിനന്ദിക്കേണ്ടത് ഒരു പക്ഷേ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേരിൽ കേരള ജനതയാണ്. ഇടതുപക്ഷത്തിൻ്റെ പേരിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും പോസിറ്റീവായി ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനേക്കാൾ അപകടകരമായ പല പ്രഖ്യാപനങ്ങളും സമീപനങ്ങളും ജനവിരുദ്ധ കമ്മ്യൂണിക്കേഷനുകളൊക്കെ ഞങ്ങളല്ലാതെ മറ്റാരുണ്ടെന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ വളരെ കൃത്യമായി ഒരു ചികിത്സ എന്ന തരത്തിൽ ജനങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ് ഈ വലിയ മുന്നേറ്റം. അതെ, നോക്കൂ, ഇതിനു മുമ്പ് 2001 കോൺഗ്രസിന് 62 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് ഏകപക്ഷീയമായ ഒരു വിജയം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് ലഭിച്ചത് 77-ലാണ്. അന്ന് കോൺഗ്രസിനോടൊപ്പമായിരുന്നു CPI, ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി. അവർക്ക് രണ്ടുപേർക്കും കൂടി അന്ന് കിട്ടിയത് 61 സീറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായി ഏറ്റവും അധികം സീറ്റ് UDFനും അല്ലെങ്കിൽ കോൺഗ്രസിനും ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് യഥാർത്ഥത്തിൽ UDF അല്ല, അതിനുള്ള എല്ലാ പശ്ചാത്തലവും ഒരുക്കി കൊടുക്കുന്നതിൽ LDF വലിയ പങ്ക് വഹിച്ചു. നോക്കൂ, ധർമ്മടം എന്ന് പറയുന്ന ഒരു മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ, നമ്മൾ ധർമ്മടത്ത് നേരിട്ട് പോയതാണല്ലോ. ധർമ്മടത്തെ പല കാര്യങ്ങളും ഒട്ടും മോശമല്ല. നമ്മളന്ന് പറഞ്ഞത് ധർമ്മടം പോലെ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മളെ കൊണ്ട് പറയിച്ച ഒരു ഇടമാണ് ധർമ്മടം. അവിടെ കഴിഞ്ഞ പ്രാവശ്യം UDFന് മൊത്തം ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതലായിരുന്നു ശ്രീ പിണറായി വിജയൻ ഉണ്ടായ ഭൂരിപക്ഷം, ഏതാണ്ട് 51,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അവിടെയാണ് ഒരുപക്ഷെ 1, 2, 3, 4 ബൂത്തുകളിലാകാം പിണറായി വിജയൻ അവിടെ പിന്നോക്കം പോകുന്നു പറയുമ്പോൾ. അതെ, വികസനം എന്നുള്ളത് മാത്രമാണ്. വികസനം ഉണ്ടായി. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, പിണറായി ഗ്രാമത്തിൽ പോയപ്പോൾ തന്നെ ഈ കേരളത്തിലെ ഇത്രയധികം വികസിച്ച നമ്മളെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള വികസനം ഉണ്ടായ ഒരു പഞ്ചായത്താണ്, അല്ലെങ്കിൽ ധർമ്മട മണ്ഡലത്തിലെ ഒരു സ്ഥലമാണ്. അവിടെ ആ വികസനം പോലും ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ വികസനത്തിനും ഒക്കെ അപ്പുറത്ത് വൈകാരികമായ വിഷയങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിലും ജനങ്ങളുടെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും സാമുദായിക മതമൈത്രിയുടെയും ഒക്കെ തന്നെ ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ആ സംസ്കാരത്തിന് പോറലേൽക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ചില നേതാക്കളിൽ നിന്നും ചില മന്ത്രിമാരിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ അതിന് ശക്തമായ തിരിച്ചടി നൽകുന്നുള്ള തെളിവ് കൂടിയാണ്. ഈ ജനം എന്നത് ഞാൻ ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്തു. ജനം എന്നതിനേക്കാൾ CPIMൽ വിശ്വാസം അർപ്പിച്ച ജനവിഭാഗം എന്ന് പറയണം. അതുകൊണ്ടാണ് കോഴിക്കോടും കണ്ണൂരും ഒരുപക്ഷെ പാലക്കാടും ഏറ്റവും വലിയ തരത്തിൽ LDFന് തോക്കാൻ ഇപ്പോൾ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ പോയപ്പോൾ മനസ്സിലായല്ലോ, പാർട്ടിയുടെ അനുഭാവികൾ തന്നെ ഈ പാർട്ടിയുടെ സമീപനങ്ങൾ ശരിയല്ല എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് അവർ സംസാരിച്ചത്. നോക്കൂ, നമ്മളിപ്പോൾ പറയുന്ന തളിപ്പറമ്പിൽ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാൻ നിരവധി പ്രവർത്തകർ ഉണ്ടെന്നിരിക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ജീവിത പങ്കാളിയെ മത്സരിപ്പിച്ചത് തന്നെയാണ് അവിടെ മറ്റൊരു തരത്തിലുള്ള ജനവികാരം LDFനെതിരാൻ കാരണം. അപ്പോൾ മാത്രമല്ല, ആ വിഷയം വാസ്തവത്തിൽ അങ്ങനെയുള്ള 2-3 മണ്ഡലങ്ങളിലെ 3-4 മണ്ഡലങ്ങളിലെ ആ സമീപനം ഒക്കെ തന്നെ കേരളത്തിലെ മൊത്തത്തിൽ അതിന്റെ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നത് ഒരു പക്ഷേ മറ്റ് പല ആളുകൾക്ക് കൂടിയാണ്. ഇപ്പം നമ്മൾ ഒറ്റപ്പെടുത്തി പറയല്ല, പേരാമ്പ്ര പോലുള്ള ഒരു ഇടത്ത് ഇന്നുവരെ ഒരു പ്രാവശ്യം മാത്രമാണ് UDF അവിടെ ജയിച്ചു കയറിയതെങ്കിൽ അവിടെ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഇവിടെയും ഈ നേതാക്കന്മാർ കാണിച്ചിട്ടുള്ള ധാർഷ്ട്യം, ഇപ്പം ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട് കേരളത്തിൽ എന്ന ബോർഡ് യഥാർത്ഥത്തിൽ
ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അവതരിപ്പിച്ചത്. ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചാലും മനസ്സിലാക്കാം. അതെ. പക്ഷെ അതല്ല, ഇത് ഈ 1000-ലേറെ കട്ടൗട്ടുകൾ വലിയ വലിയ തരത്തിലുള്ള ഒരാളുടെ ഫോട്ടോ ലൈറ്റ് ബോർഡ് വെച്ചിട്ട് ഒരാളുടെ മാത്രം ബോർഡ് വെച്ചിട്ട് എന്ന് പറഞ്ഞാല് ജനങ്ങൾ അത്ര ഇത് ആർക്കാ മനസ്സിലാവും? അതെ, എം ജി രാമേന്ദ്രന്റെയും അല്ലെങ്കിൽ തെലുങ്കുദേശം പാർട്ടിയുടെയും ഒക്കെ സിനിമാ നടന്മാരുടെ അവതരണം പോലെ ഈ കാര്യങ്ങളെ അവതരിപ്പിച്ച് ചുരുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർ ഇടതുപക്ഷത്തിന് നൽകിയ ഏറ്റവും നല്ല ചികിത്സ എന്ന അർത്ഥത്തിൽ വേണം തൽക്കാലം ഇതിനെ കാണാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പലരും പറഞ്ഞല്ലോ, നമ്മൾ തന്നെ ആദ്യം മുതൽ തന്നെ നമ്മളുടെ ഒരു നിലപാട് എന്താണ്, ഇടതുപക്ഷത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്, പാർട്ടിയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇത്തവണയും കൂടി ജയിച്ചിരുന്നെങ്കിൽ, ചെറിയ മാർജിനിലായപ്പോൾ ഇത്തവണയും കൂടി ജയിച്ചിരുന്നെങ്കിൽ കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം ഒരു കൂടുതൽ അഹങ്കാരത്തിലേക്കും കൂടുതൽ രാഷ്ട്രീയത്തിലേക്കും ഒക്കെ വളരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അത് ബംഗാളിനെ പോലെ കേരളത്തെ മാറ്റിയെടുക്കുമായിരുന്നു. അപ്പൊ അതിന് സാഹചര്യം മാറാൻ ഒരു പക്ഷേ നിലമൊരുക്കുന്ന തീരുമാനം കേരളീയർ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന്. പല നേതാക്കളും UDF-ന്റെ വീട്ടിലെ ഐശ്വര്യങ്ങളായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇത് അല്ലേ? അതെ, പല ഇടതുപക്ഷ നേതാക്കന്മാരും UDF-ന്റെ ഐശ്വര്യമായി മാറി എന്നുള്ളതാണ് നമ്മൾ ആദ്യ പല സൂചനകൾ വെച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. തുറന്നുള്ള ചർച്ചകളിലേക്ക് ഞങ്ങൾ വരാം.